ഹായ് കുട്ടികളെ, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. ഇന്ന് നമുക്ക് ബേസിക് സയൻസിലെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. USS എക്സാമിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവിടെ പോയി നോക്കൂ. രാത്രിയിൽ വിരിയുന്ന പൂക്കളുടെ നിറം എന്താണ്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കൂടെ നിങ്ങളുടെ പേരുകളും എഴുതണേ. ശരി ഉത്തരം പറയുന്നവരുടെ പേരുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊണാർക്ക് സൂര്യക്ഷേത്രം. ശരി ഉത്തരം പറഞ്ഞ കൂട്ടുകാർ ജഗത്, നിതുന, ശ്രീനന്ദ, ഇൻഷ, ശിവന്യ, ആദ്രിനാഥ്, ശിവാനി, ആര്യനന്ദ, അനാമിക, നിഷിത, ശിവപാർവതി, അഫ്ര, ദേവിക, വിഷ്ണുദാസ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ക്ലാസ്സിന് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഒരു അധാര്യ വസ്തുവിന് നീല നിറമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: വസ്തു നീല നിറത്തെ ആഗിരണം ചെയ്യുന്നു, വസ്തു നീല നിറത്തെ പ്രതിഫലിപ്പിക്കുന്നു, വസ്തു നീല നിറം ഒഴികെ മറ്റെല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു, വസ്തു നീല നിറത്തെ കടത്തിവിടുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി, വസ്തു നീല നിറത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു മാവ് വളർന്ന് മാമ്പഴം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നത് എപ്പോൾ? ഓപ്ഷൻസ്: 2 to 3 വർഷം, 5 to 6 വർഷം, 8 to 10 വർഷം, 12 to 15 വർഷം. ശരി ഉത്തരം 8 to 10 വർഷം. ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: കനത്ത മൂലകം, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, അസിഡിക് ഗ്യാസ്, ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു, പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നു, പാർശ്വിക വിപര്യം ഉണ്ടാകുന്നു, വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നു. കോമ്പല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: ആഹാരവസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നു, ആഹാരവസ്തുക്കൾ ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നു, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു, ആഹാരവസ്തുക്കൾ വിഴുങ്ങാൻ സഹായിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ സി, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഡാഷ്. ഓപ്ഷൻസ്: ശ്വാസകോശം, ശ്വസനിക, ശ്വസനി, പ്ലൂറ. ശരി ഉത്തരം ഓപ്ഷൻ സി, ശ്വസനി. ആസിഡുകളും ബേസുകളും തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്ന സ്വാഭാവിക നിറമുള്ള സസ്യം ഏതാണ്? ഓപ്ഷൻസ്: ചുവന്ന ചീര, മാമ്പഴം, ആപ്പിൾ, വാഴപ്പഴം. ശരി ഉത്തരം ഓപ്ഷൻ എ, ചുവന്ന ചീര. മണ്ണിൻ്റെ അമ്ലത കുറക്കാൻ കൃഷിയിൽ പ്രാഥമികമായി ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? ഓപ്ഷൻസ്: സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ശരി ഉത്തരം ഓപ്ഷൻ സി, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഉറുമ്പുകളിലെ ഫോർമിക് ആസിഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻസ്: ദഹനത്തെ സഹായിക്കുന്നതിന്, അവ കടിക്കുമ്പോൾ വേദനയുണ്ടാക്കാൻ, അവരെ വളരാൻ സഹായിക്കുന്നതിന്, അവരുടെ ഷെല്ലുകൾ ശക്തിപ്പെടുത്തുന്നതിന്. ശരി ഉത്തരം ഓപ്ഷൻ ബി, അവ കടിക്കുമ്പോൾ വേദനയുണ്ടാക്കാൻ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: വായു സുതാര്യ വസ്തുവാണ്, മണ്ണ് അധാര്യ വസ്തുവാണ്, കലങ്ങിയ വെള്ളം അർദ്ധധാര്യ വസ്തുവാണ്, കാർഡ്ബോർഡ് അർദ്ധധാര്യ വസ്തുവാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, കാർഡ്ബോർഡ് അർദ്ധധാര്യ വസ്തുവാണ്. കൗമാര കാലഘട്ടത്തിൽ ഓപ്ഷൻസ്: കൊഴുപ്പടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം, നാരടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം. ശരി ഉത്തരം ഓപ്ഷൻ സി, പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നന്നായി കഴിക്കണം. മിശ്രിതങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് സ്വേദനം. ഈ മാർഗം ഉപയോഗിച്ച് വേർതിരിക്കുന്ന മിശ്രിതത്തിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? തന്നിരിക്കുന്ന പോയിന്റ്സ്: പദാർത്ഥങ്ങൾ രണ്ടും ലയിച്ചു ചേരുന്ന ദ്രാവകങ്ങളാകും. പദാർത്ഥങ്ങളിലൊന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും. ഖരപദാർത്ഥം ലയിക്കുന്നതായിരിക്കും. പദാർത്ഥങ്ങൾ രണ്ടും ദ്രാവകങ്ങളും ലയിച്ചു ചേരാത്തവയുമായിരിക്കും. പദാർത്ഥങ്ങളിലൊന്ന് ഖരപദാർത്ഥവും മറ്റേത് ദ്രാവകവുമായിരിക്കും. ഖരപദാർത്ഥം ലയിക്കാത്തതായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി, പോയിന്റ് എയും ബിയും ശരിയാണ്. ഒരു തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോട്ടലിൻ്റെ പ്രതിബിംബം തടാകത്തിലെ നിശ്ചലമായ ജലോപരിതലത്തിൽ പ്രതിഫലിച്ചു കാണുന്നു. ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് താഴെ കൊടുക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: പ്രതിബിംബം തലതിരിഞ്ഞാണ് കാണുന്നത്, പ്രതിബിംബത്തിന് വസ്തുവിനേക്കാൾ വലിപ്പം ഉണ്ടായിരിക്കും, പ്രതിബിംബം പാർശ്വിക വിപര്യം കാണിക്കുന്നു, ജലോപരിതലം ഇളകുമ്പോൾ പ്രതിബിംബവും ഇളകുന്നതായി തോന്നുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി, പ്രതിബിംബത്തിന് വസ്തുവിനേക്കാൾ വലിപ്പം ഉണ്ടായിരിക്കും.
വീടുകളിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളിൽ ചെമ്പുകമ്പികളും അതിനെ പൊതിഞ്ഞ് ഒരു പോളിമർ കവചവുമുണ്ട്. ഇവയിൽ ഓപ്ഷൻസ് ചെമ്പുകമ്പി ഇൻസുലേറ്ററും കവചം ചാലകവുമാണ്. ചെമ്പുകമ്പി ചാലകവും കവചം ഇൻസുലേറ്ററുമാണ്. ചെമ്പുകമ്പിയും കവചവും ചാലകങ്ങളാണ്. ചെമ്പുകമ്പിയും കവചവും ഇൻസുലേറ്ററുകളാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ചെമ്പുകമ്പി ചാലകവും കവചം ഇൻസുലേറ്ററുമാണ്. താഴെ പറയുന്നവയിൽ നിന്നും കൃത്രിമ പരാഗണഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. പൂക്കളെ വല ഉപയോഗിച്ച് മൂടിക്കെട്ടുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഡി, പൂക്കളെ വല ഉപയോഗിച്ച് മൂടിക്കെട്ടുന്നു. ഒരു ജലസ്രോതസ്സിലെ ഉപരിതലത്തിലുള്ള വെള്ളം സൂര്യപ്രകാശത്താൽ ചൂടാക്കപ്പെടുന്നു. പക്ഷേ അടിയിലെ വെള്ളം ചൂടാകുന്നില്ല. കാരണം ഓപ്ഷൻസ്: ചാലകത്തിലൂടെയും സംവഹനത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. സംവഹനത്തിലൂടെയും വികിരണത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. ചാലകത്തിലൂടെയും വികിരണത്തിലൂടെയും വളരെ ചെറിയ അളവിലുള്ള താപം അടിയിലേക്ക് എത്തുന്നു. ചാലകം, സംവഹനം, വികിരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ചാലകം, സംവഹനം, വികിരണം എന്നിവയിലൂടെ താപം അടിയിലേക്ക് എത്തുന്നില്ല. താഴെ കൊടുത്തതിൽ ഊർജ്ജരൂപമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: പ്രകാശം, താപം, താപനില, വൈദ്യുതി. ശരി ഉത്തരം ഓപ്ഷൻ സി, താപനില. ചുവടെ നൽകിയവയിൽ ഏതെല്ലാം പദാർത്ഥങ്ങളുമായി പ്രവർത്തിക്കുമ്പോഴാണ് ആസിഡുകൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തുവിടുന്നത്? തന്നിരിക്കുന്ന പോയിന്റ്സ്: മാർബിൾ പൊടി, ചുണ്ണാമ്പ്, മുട്ടത്തോട്, അപ്പക്കാരം, അലക്കുകാരം. ശരി ഉത്തരം ഓപ്ഷൻ എ, മാർബിൾ പൊടി, മുട്ടത്തോട്, അപ്പക്കാരം. താഴെ കൊടുത്തവയിൽ ചെറുധാന്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഗോതമ്പ്, റാഗി, ചോളം, ബജ്ര. ശരി ഉത്തരം ഓപ്ഷൻ എ, ഗോതമ്പ്. അന്തരീക്ഷത്തിൽ എത്തുന്ന സൾഫർ ഡയോക്സൈഡ് മാലിന്യങ്ങൾ ജീവജാലകങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻസ്: ആസ്മ, ഉപശ്വാസനാളവീക്കം അഥവാ ബ്രോങ്കൈറ്റിസ്, എംഫിസീമ. മുകളിൽ നൽകിയ എല്ലാം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയ എല്ലാം. നൽകിയവയിൽ ശർക്കരയിൽ മായം ചേർക്കാൻ ഉപയോഗിക്കുന്നവ തിരിച്ചറിയുക. ഓപ്ഷൻസ്: പഞ്ചസാര ലായനി, ശർക്കര ലായനി. എയും ബിയും. നൽകിയതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി, എയും ബിയും. ചുവടെ കൊടുത്തവയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: കാൽസ്യം ഇരുമ്പ്, കാൽസ്യം മഗ്നീഷ്യം, കാൽസ്യം ഫോസ്ഫറസ്, കാൽസ്യം സിങ്ക്. ശരി ഉത്തരം ഓപ്ഷൻ സി, കാൽസ്യം ഫോസ്ഫറസ്. ജീവിതാവസാനം വരെ പല്ല് വളരുന്ന ജീവി ഏത്? ഓപ്ഷൻസ്: നായ, കുതിര, പശു, ആന. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ആന. ഒരു കുട്ടിയുടെ ആരോഗ്യ പ്രശ്നമാണ് മോണയിൽ പഴുപ്പും രക്തസ്രാവവും. രോഗം ഭേദമാകുന്നതിന് ആ കുട്ടി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: മുരിങ്ങയില, പപ്പായ, നെല്ലിക്ക, കാബേജ്, ചീര, കോളിഫ്ലവർ, ചേമ്പില, മുട്ട, പാൽ, പയറില, കാരറ്റ്, കരൾ. ശരി ഉത്തരം ഓപ്ഷൻ എ, മുരിങ്ങയില, പപ്പായ, നെല്ലിക്ക. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: മുട്ട, മാംസം, എണ്ണക്കുരുക്കൾ, മത്സ്യം. ശരി ഉത്തരം ഓപ്ഷൻ ഡി, മത്സ്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും നൽകണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.